എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പോളിഗൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുഭുജങ്ങൾ. അതായത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ. ഇവിടെ നോക്കിയേ, നമുക്കിതൊക്കെ വളരെ പരിചയമുള്ള ചില രൂപങ്ങളാണ് അല്ലേ? നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ പല രൂപങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ല, വരയ്ക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ 3 വരകൾ കൊണ്ട് നമുക്കൊരു ത്രികോണത്തെ കുറിച്ചൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ ത്രികോണം എന്ന് പറയും. 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട് അല്ലെ? ഇനി ഇതിന്റെ കൂടെ ഒരു വശം കൂടി കൂട്ടിയാലോ? ഇപ്പൊ 3 എന്നുള്ളത് 4 വശമായി അല്ലെ? അങ്ങനെയാണെങ്കിൽ നാം ഇതിനെ പറയുന്നത് പറയും ചതുർഭുജം എന്ന് പറയും അല്ലെ? അതായത് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഇനി ഇതിന്റെ കൂടെ ഒരു വശം കൂടി കൂടിക്കഴിഞ്ഞാലോ നാം ഇതിനെ പെന്റഗൺ എന്ന് പറയും അല്ലെ? അതായത് പഞ്ചഭുജം. അപ്പൊ ഇവിടെ ഓരോ വശങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഓരോ ആംഗിളും കൂടുന്നുണ്ട് അല്ലെ? ഇവിടെ 3 കോണായിരുന്നു, ഇവിടെ 4 കോണായി, ഇവിടെ 5 കോണായി. ഇനി ഇവിടെയാണെങ്കിലോ 5 വശം എന്നുള്ളത് 6 വശമായി അല്ലെ? അപ്പൊ എത്ര ആംഗിൾ വന്നു? 1 2 3 4 5 6. അപ്പൊ എത്ര വശങ്ങളുണ്ടോ അത്രയും ആംഗിളുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നോക്കിയാൽ ട്രയാങ്കിള് കുറെ കാര്യം നമുക്കറിയാം അല്ലെ? ട്രയാങ്കിൾ നമുക്കറിയാം 3 സൈഡുകളുണ്ട്. ഓക്കെ, ഇനി ഇതാണെങ്കിലോ നാം ഇത് എന്താ പറയാ? ക്വാഡ്രിലാറ്ററൽ അല്ലെ? അതായത് ചതുർഭുജം എന്ന് പറയും. അതിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡുകൾ. ഇനി ഇതാണെങ്കിലോ നമ്മൾ പെന്റഗൺ എന്ന് പറയും അല്ലെ? പെന്റഗൺ എന്ന് പറഞ്ഞാൽ പഞ്ചഭുജം. അപ്പൊ മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കുക, ഞാൻ ഓരോന്നിന്റെയും മലയാളം കൂടി പറയാറുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ പെന്റഗൺ എന്നുള്ളത് പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 സൈഡുകൾ. ഇനി അടുത്തത് 6 സൈഡുകൾ ഉണ്ട് അല്ലെ? അതിനെ നാം എന്താ പറയാ? ഹെക്സഗൺ എന്ന് പറയും. ഹെക്സഗൺ എന്ന് പറഞ്ഞാല് നാം എന്താ പറയാ? അതിനെ ഷഡ്ഭുജം എന്ന് പറയാം അല്ലെ? ഷഡ്ഭുജം. അതിന് 6 വശങ്ങൾ, 6 സൈഡുകൾ. അപ്പൊ നാം പറഞ്ഞു വശങ്ങൾക്കനുസരിച്ച് ആംഗിളുകൾ ഉണ്ടായിരിക്കും അല്ലെ? 6 സൈഡ് ആണെങ്കിൽ 6 ആംഗിൾ, 5 സൈഡ് ആണെങ്കിൽ 5 ആംഗിൾ, 4 സൈഡ് ആണെങ്കിൽ 4 ആംഗിൾ അല്ലെ? 3 സൈഡ് ആണെങ്കിൽ 3 ആംഗിൾ. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൊത്തം കോണുകളുടെ അളവ്, അതായത് സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലെ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും അല്ലെ? അപ്പൊ ഈ കോണുകളുടെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇത് 30 ആണെങ്കിൽ 100 ആയിരിക്കും അല്ലെ? അപ്പൊ 50 ആയിരിക്കും. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ വന്നാലും എങ്ങനെയായാലും 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലെ? അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്കിതൊരു ചതുർഭുജമാണെങ്കിലോ, അതായത് ഇതൊരു ക്വാഡ്രിലാറ്റർ ആണെങ്കിലും ഇതിന്റെ ഇവിടെ 4 കോണുകൾ വന്നു അല്ലെ? അപ്പൊ ഈ 4 കോണിന്റെയും അളവ് എത്രയായിരിക്കും? മൊത്തം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് പറയാൻ പറ്റുമോ? ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഈ 4 വശങ്ങൾ തന്നെ ഇപ്പോ അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം റെക്റ്റാങ്കിൾ നമുക്കറിയാം അല്ലെ? അപ്പൊ റെക്റ്റാങ്കിളിന് 4 വശങ്ങൾ തന്നെയാണ് അല്ലെ? റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഈ 4 കോണുകളും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ ഇതും ഒരു ചതുർഭുജം തന്നെയാണ്, ക്വാഡ്രിലാറ്റർ. 4 വശമുള്ള എല്ലാത്തിനെയും നമ്മൾ ക്വാഡ്രിലാറ്റർ എന്ന് പറയും അല്ലെ? പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലും ഇത് 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ നാം അതിനെ പറഞ്ഞ പേരെന്താണ്? റെക്റ്റാങ്കിൾ, ചതുരം എന്ന് പറയും അല്ലെ? അപ്പൊ ചതുരത്തിന്റെ ആംഗിൾ എത്രയാണ്? നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ 90 90 90 90 അല്ലെ? അപ്പൊ 4 90 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി എന്ന് കിട്ടും? നമുക്ക് 360 ഡിഗ്രി കിട്ടും അല്ലെ? അതും ഓക്കെ, അത് പാസ്സായി. അതേസമയം ഇവിടെ ആംഗിളുകളൊക്കെ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ മൊത്തം ആംഗിൾ, ഇന്നർ ആംഗിൾ മൊത്തം എത്ര വരും? അപ്പൊ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? അപ്പൊ അതിന് നമുക്കൊരു സൂത്രം ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇതിന്റെ ഒരു മൂലയാണ് അല്ലെ? ഓപ്പോസിറ്റ് മൂല. നമുക്കറിയാം ഒരു മൂലയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കുന്നതിന് അതിനെ എന്താ പറയാ? വികരണം എന്ന് പറയാം അല്ലെ? ഡയഗണൽ എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുത്തു വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ തമ്മിൽ മുട്ടിച്ചപ്പോൾ ഇതെന്ത് സംഭവിച്ചു? നമുക്ക് 2 ട്രയാങ്കിളുകൾ കിട്ടി അല്ലെ? 2 ട്രയാങ്കിൾ കിട്ടി. അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ കോണളവ് എത്രയാണ്? അതായത് ഇവിടെ നോക്കിയ സം ഓഫ് ആംഗിൾസ്, ആകെ കോണുകളുടെ തുക എത്ര വരും? നമുക്കറിയാം ട്രയാങ്കിൾ ആണെങ്കിൽ 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 വരും അല്ലെ? അത് നമുക്കറിയുന്നതാണ്, 180 ഡിഗ്രി വരും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിനെ 2ആയി കട്ട് ചെയ്തപ്പോൾ 2 ത്രികോണങ്ങൾ വന്നു അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഈ കോണിന് ഈ ത്രികോണത്തിന്റെ 180 ഉണ്ടായിരിക്കും, ഇവിടെയും 180 ഉണ്ടായിരിക്കും അല്ലെ? സംശയമില്ലല്ലോ. ഇവിടെ നമ്മൾ പറഞ്ഞു ഏത് ത്രികോണമാണെങ്കിലും 180 ഡിഗ്രി ഉണ്ടാവും.
അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ വന്നു. അപ്പൊ ഇവിടെയും 180 ഉണ്ടായിരിക്കും, ഇവിടെയും 180 ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ക്വാഡ്രിലേറ്ററിന്റെ സം ഓഫ് ആംഗിൾസ്, മൊത്തം കോണുകളുടെ തുക എത്ര വരും? ഒരു 180 ഉണ്ട്, അതിന്റെ കൂടെ ഒരു 180 ഉണ്ട്. തർക്കില്ലല്ലോ, ഇല്ല. അതായത് നമുക്ക് എന്ത് പറയാം? രണ്ട് 180 അല്ലേ. അപ്പൊ നമുക്ക് 2 × 180 സീക്വൽ ടു എത്ര വരും? 360 ഡിഗ്രി അല്ലേ. അപ്പൊ ഏത് 4 വശമുള്ള ഏത് എടുത്താലും എങ്ങനെ നമ്മൾ വരച്ചാലും അതിന്റെ മൊത്തം കോണുകളുടെ അളവ് 360 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് പെന്റഗണിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതിന്റെ മൊത്തം കോണളവ് എത്രയായിരിക്കും? അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, നമുക്കറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് വികരണം, അതായത് ഡയഗണൽ വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഈ മൂല, ബി മൂല അല്ലെ. അപ്പൊ ഈ വികരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു നേരെ ഓപ്പോസിറ്റ് മൂല തന്നെ വേണമെന്ന് തോന്നും. അങ്ങനെയില്ല. ഇവിടെ നോക്കിയാൽ ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ ഒരു മൂലയുണ്ട്, ഇവിടെ ഒരു മൂലയുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തല്ലാത്ത കോർണർ, ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്ത കോർണറാണ് ഇത് അല്ലെ, അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത കോർണറാണ് ഇത്. അപ്പൊ ഇതല്ലാത്ത വേറെ ഏത് കോർണറിലേക്കും നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെന്ത് പറയും? ഡയഗണൽ എന്ന് പറയും. മനസ്സിലായില്ല? അല്ലാതെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയേ, ഇവിടെ നിന്ന് ഇതിലേക്ക് ഇതേ ഒരു ഡയഗണൽ വരച്ചു. ഓക്കെ. ഇനി ഇതേ ഇവിടേക്ക് ഒരെണ്ണം കൂടി വരച്ചു. ഓക്കെ. ഇപ്പൊ എന്ത് വന്നു? 1, 2, 3 അല്ലെ. നമുക്ക് 3 ത്രികോണങ്ങൾ കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോണുകളുടെ അളവ് എത്ര വരും? 180 + 180 + 180 അല്ലെ. അപ്പൊ നമുക്ക് പെന്റഗണിന്റെ സം ഓഫ് ആംഗിൾസ് എത്ര വന്നു? 180 + 180 + 180 അല്ലെ. 3 ത്രികോണങ്ങൾ വന്നു സീക്വൽ ടു 3 ത്രികോണങ്ങൾ 3 × 180. അപ്പൊ 3 × 180 എത്രയാണ്? ഇനി ഹെക്സഗൺ ആണെങ്കിലോ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ പണി തന്നെ ഇവിടെ ചെയ്ത് നോക്കാം. ദേ ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 1, 2, 3, 4 ട്രയാങ്കിൾ. അപ്പൊ ഓരോന്നിനും 180 വെച്ചുണ്ടായിരിക്കണ്ടേ? വേണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 180 സം ഓഫ് ആംഗിൾസ് 180 + 180 + 180. അപ്പൊ 3 എണ്ണായിട്ടുള്ളൂ + 180. അപ്പൊ 4 എണ്ണായി അല്ലെ. അതായത് 4 × 180. അപ്പൊ 4 × 180 എത്ര വരും? നമുക്ക് 720 ഡിഗ്രി. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് എത്ര വശങ്ങളുണ്ടെങ്കിലും എത്ര കോണുകളുണ്ടെങ്കിലും നമുക്ക് ഇതേ രൂപത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ഇതേപോലെ വരച്ച് ഇങ്ങനെ കോണുകൾ ഉണ്ടാക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ വശങ്ങളുടെ എണ്ണവും നമുക്ക് കിട്ടിയ ഈ കോണുകളും സം ഓഫ് ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോകും നമ്മൾ. ഇവിടെ നോക്കിയേ, 3 സൈഡ് ഉണ്ട് അല്ലെ. 3 സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് 180. ഓക്കെ. 4 സൈഡ് ഉണ്ടൊക്കെ നമുക്ക് എന്ത് കിട്ടി? 2 × 180, 2 × 180 അല്ലെ. 5 സൈഡ് ആയപ്പോഴോ 3 × 180, 6 സൈഡ് ആയപ്പോഴോ 4 × 180. അതായത് എല്ലാത്തിനെയും നമ്മൾ 180 കൊണ്ട് ഗുണിക്കുന്നുണ്ട് അല്ലെ, മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. ഏത് സംഖ്യയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നത് നോക്കിയേ. ഇവിടെ 3 × 180 അല്ലെ. 3 സൈഡ് ആണെങ്കിൽ ഒരു 180 ഉള്ളു അല്ലെ. അതായത് 1 × 180 180. 4 വന്നപ്പോഴോ 2 വന്നു. ഇവിടെ 4 വന്നപ്പോൾ 2 വന്നു, പിന്നെ 180 അല്ലെ. അപ്പൊ 4 × 2. 5 വന്നപ്പോഴോ 3, അപ്പൊ 5 × 3. 6 × 4, അപ്പൊ 6 × 4. അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? ഇവിടെ എത്ര സൈഡ് ആണോ അതിൽ നിന്ന് 2 കുറയ്ക്കുന്നു അല്ലെ. അതായത് 4 സൈഡ് ആയപ്പോൾ 4 ന് 2 കുറച്ച 2 കിട്ടി അല്ലെ. അപ്പൊ 2 × 180. ഇനി 5 സൈഡ് ആയപ്പോഴോ 5 ൽ നിന്ന് 2 കുറച്ചു, അപ്പൊ 3 × 180. 6 സൈഡ് ആയപ്പോഴോ 6 ൽ നിന്ന് 2 കുറച്ചു, അപ്പൊ 4 × 180 അല്ലെ. അങ്ങനെയാണെങ്കിൽ 7 സൈഡ് ഉണ്ടെങ്കിലോ 7 ന് 2 കുറയ്ക്കാം, അപ്പൊ 5 കിട്ടും. 5 × 180. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇവര് തമ്മിലുള്ള ബന്ധം. അതായത് എത്ര സൈഡുകളുണ്ടോ ആ സൈഡിന്റെ എണ്ണം. ഇപ്പൊ നമുക്ക് സൈഡുകളുടെ എണ്ണം n ആണെന്ന് വിചാരിക്കാം. n സൈഡുകളുണ്ട്, അത് 10, 20, 50 സൈഡൊക്കെ ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടും. n സൈഡുകൾ ഉണ്ടെങ്കിൽ n ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കാം? 2 അങ്ങോട്ട് കുറയ്ക്കാം അല്ലെ. ഇപ്പൊ 3 ആയപ്പോ 1 ആയി, 4 ആയപ്പോ 2 ആയി അല്ലെ. അപ്പൊ നമ്മൾ n നമ്പർ ഓഫ് സൈഡുകളിൽ നിന്ന് 2 കുറയ്ക്കാം. 2 കുറച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ 180 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് എത്ര സൈഡുകളാണെങ്കിലും അതിന്റെ സം ഓഫ് ആംഗിൾസ് നമുക്ക് കിട്ടും. എത്ര കോണുകളാണെങ്കിലും നമുക്ക് അതിന്റെ സം ഓഫ് ആംഗിൾസ് കിട്ടും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്, സം ഓഫ് ആംഗിൾസ്. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ആവശ്യം വരും. 9 ലും 10 ലൊക്കെ ആവശ്യം വരാണ്.
n-2 ഇൻറ്റു 180. മറക്കരുത്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്, അതിൽ നിന്ന് 2 കുറയ്ക്കുക, അതിനെ നമ്മൾ 180 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വശങ്ങളാണെങ്കിലും അതിൻ്റെ എന്ത് കിട്ടും, നമുക്ക് സം ഓഫ് ആംഗിൾസ് കിട്ടും. ഇപ്പൊ നമുക്ക് 10 സൈഡ് ആണെന്ന് വിചാരിക്കുക, 10 സൈഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ആംഗിൾസ് എത്ര വരും? n-2 അല്ലെ, 10 - 2 ഇൻറ്റു 180. അതായത് 10 - 2 എത്രയാണ്? 8 അല്ലെ, 8 ഇൻറ്റു 180. അപ്പൊ എത്ര കിട്ടും? 0, 4, 4, 1 അല്ലെ. അപ്പൊ നമുക്ക് 1440 ഡിഗ്രിന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 65 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ, ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 1 സൈഡ് മോർ ആൻഡ് ഫോർ എ പോളിഗൺ വിത്ത് 1 സൈഡ് ലെസ്? അതായത് ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ ബഹുഭുജം അല്ലെ. അപ്പൊ ബഹുഭുജം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതായത് നാം നേരത്തെ പറഞ്ഞ ത്രികോണം, അതുപോലെ തന്നെ ചതുർഭുജം, അതായത് ക്വാഡ്രിലേറ്റർ, അതുപോലെ തന്നെ പെന്റഗൺ അല്ലെ. പെന്റഗൺ എന്ന് പറഞ്ഞാൽ പഞ്ചഭുജം, പിന്നെ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഷഡ്ഭുജം അല്ലെ. അതേപോലെ നമുക്ക് വശങ്ങളുടെ എണ്ണം കൂട്ടി കൂട്ടി നമുക്ക് എത്ര രൂപങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ രൂപങ്ങളെ പൊതുവായി നമുക്ക് ഇവയൊക്കെ എന്ത് പറയും? പോളിഗൺ എന്ന് പറയും. അപ്പൊ ത്രികോണ ആയാലും ചതുർഭുജ ആയാലും അതല്ലെങ്കിൽ പെന്റഗൺ ആയാലും ഹെക്സഗൺ ആയാലും ഇതിനൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് പോളിഗൺ എന്ന്, ബഹുഭുജം എന്ന്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ചോദ്യം എന്താണ്? ഒരു ബഹുഭുജം അതായത് പോളിഗണിലെ കോണുകളുടെ തുക, സം ഓഫ് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1980 ഡിഗ്രി. അതായത് സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക എത്രയാണ്? 1980 ഡിഗ്രി. ഓക്കെ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 1 സൈഡ് മോർ? അപ്പൊ ഇതിനേക്കാൾ ഒരു സൈഡും കൂടി കൂടുതൽ. അപ്പൊ ഈ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടെന്ന് നമുക്കറിയില്ല അല്ലെ. എത്ര സൈഡ് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനേക്കാൾ ഒരു സൈഡും കൂടി കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. പിന്നെയോ അത് ഇപ്പോൾ ഉള്ളതിലും വിട്ട് ഒരു സൈഡ് കുറഞ്ഞാലോ എത്രയായിരിക്കും ആംഗിൾ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ മുമ്പ് എന്താണ് പറഞ്ഞു നിർത്തിയത്? നാം പറഞ്ഞു ഓരോ വശങ്ങൾ കൂടുന്തോറും എന്താണ്, നാം നേരത്തെ ഉദാഹരണങ്ങൾ കാണിച്ചു അല്ലെ. അതായത് ത്രികോണത്തിന് 180 ആണെങ്കിൽ അടുത്തത് ചതുർഭുജം അല്ലെ, 4 വശങ്ങളാണെങ്കിൽ ഒരു 180 കൂടും അല്ലെ. ഇനി അത് പെന്റഗൺ ആണെങ്കിലോ, പഞ്ചഭുജമാണെങ്കിൽ ഒരു 180 കൂടിയും കൂടും അല്ലെ. അങ്ങനെ ഓരോ വശങ്ങൾ കൂടും തോറും 180 കൂടി 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 വരും അല്ലെ. അത് നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വശം വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു വശം ഇതിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ കൂടെ ഒരു 180 കൂടി കൂടും അല്ലെ. അത്രയേ ഉള്ളൂ. ഇനി ഒരു വശം കുറഞ്ഞു കഴിഞ്ഞാലോ ഒരു 180 കുറയും. അത്രയുള്ള കാര്യം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ആംഗിൾസ് ഇതുപോലെ എഴുതാം. സം ഓഫ് ആംഗിൾസ് വിത്ത് 1 സൈഡ് മോർ. ഒരു വശം കൂടിക്കഴിഞ്ഞാൽ 1 സൈഡ് മോർ, ഒരു വശം കൂടിക്കഴിഞ്ഞാൽ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? 1980. ഇവിടെ എത്രയാണോ അതിന്റെ കൂടെ ഒരു 180 കൂട്ടുക, അത്രയേ ഉള്ളൂ. അപ്പൊ എത്ര വരും? 0, 6, 1, 2 അല്ലെ. അപ്പൊ 2160 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഒരു വശം കുറഞ്ഞാലോ? അപ്പൊ എഴുതാം സം ഓഫ് ആംഗിൾസ് ഇതുപോലെ എഴുതാം. വിത്ത് 1 സൈഡ് അല്ലേ. അതായത് ഒരു സൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ആകെ കോണുകളുടെ തുക എത്ര വരും? ഇവിടെ എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 1980 ഇപ്പോഴുണ്ട്. അതിൽ നിന്ന് ഒരു 180 അങ്ങോട്ട് കുറയ്ക്കുക അല്ലെ. അപ്പൊ എത്ര വരും നമുക്ക്? 0, 0, 8, 1. അപ്പോൾ 1800 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ 27 സൈഡഡ് പോളിഗൺ? അതായത് 27 വശങ്ങളുള്ള ഒരു പോളിഗണിന്റെ ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ്? അപ്പൊ നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ് കോണുകളുടെ തുക നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞല്ലേ. അതായത് സം ഓഫ് ആംഗിൾസ് ആകെ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n-2 ഇൻറ്റു 180 അല്ലേ. n-2 ഇൻറ്റു 180. n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വശങ്ങളുണ്ട് അതാണ് n അല്ലേ. അപ്പൊ ഇവിടെ എത്ര വശങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 27 വശങ്ങൾ അല്ലേ.
അപ്പോൾ 27 വശമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം ഓഫ് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? n 27 അല്ലേ? അപ്പോൾ 27 മൈനസ് 2 ഇൻറ്റു 180. കണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 27 നിന്ന് 2 കുറച്ചാൽ 25 ഇൻറ്റു 180 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാം, 0 മാറ്റിയെടുത്താം. എന്നിട്ട് 25 ഇൻറ്റു 18 ഗുണിച്ച് നോക്കാം. അപ്പോൾ 18 25 ഗുണിക്കുമ്പോൾ 16 ഇൻറ്റു 25 400 അല്ലേ? അപ്പോൾ 450 കിട്ടി. 450ഉം പിന്നെ ഒരു 0. അപ്പോൾ നമുക്ക് 4500 ഡിഗ്രി. കണ്ടില്ലേ? ആ ഇരട്ട കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ സം ഓഫ് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റാണല്ലോ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അതായത് ഒരു പോളിഗൺ, അതായത് ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ മൊത്തം അളവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര സൈഡുകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് സം ഓഫ് ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഉടനടി എഴുതാം സം ഓഫ് ആംഗിൾസ്. അതായത് കോണുകളുടെ തുക എത്രയാണ്? 8100 ഡിഗ്രി. മൊത്തം കോണുകളുടെ ഡിഗ്രി. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അതിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? n-2 ഇൻറ്റു 180 അല്ലേ? ഇൻറ്റു 180. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കോണുകളുടെ തുക എന്ന് കിട്ടും. അത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 8100 ഡിഗ്രി. അപ്പൊ n-2 ഇൻറ്റു 180 എന്ന് പറയുന്നത് 8100 ഡിഗ്രി ആണെന്ന് തന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? n-2 ഇവിടെ നിർത്തിയിട്ട് ഈ 180 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലെ? അപ്പൊ n-2 മാത്രം ഇവിടെ നിൽക്കട്ടെ. ഈസ് ഈക്വൽ ടു 8100 ഇട്ടു ഈ ഇൻറ്റു 180 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും? ബൈ 180 മാറി അല്ലെ? ഗുണിക്കല് ഹരിക്കലായി മാറും, ഹരിക്കല് ഗുണിക്കലായി മാറും അല്ലെ? അപ്പൊ നമുക്ക് n-2 കിട്ടും. എങ്ങനെ? 8100 180 കൊണ്ട് ഹരിക്കണം. 0 അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വരും? 810/18 അല്ലെ? 810/18. ഓക്കെ, ഇവിടെ 81 ആണ്, ഇവിടെ 18 ആണ് അല്ലെ? നമുക്ക് പെട്ടെന്ന് രണ്ട് സംഖ്യകളും കണ്ടാൽ അറിയാം. ഇത് 9ന്റെ എന്താണ് മൾട്ടിപ്പിൾ ആണ്. 9 ഇൻറ്റു 2 18. ഇവിടെയോ 9 ഇൻറ്റു 9 81 അല്ലെ? അപ്പൊ രണ്ടിനെയും നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 81നെ 9 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 അല്ലെ? 9 ഇൻറ്റു 9 81. പിന്നെ ഇവിടെ 0 ഇല്ലേ? 0 ചേർത്തു. ബൈ 18ൽ എത്ര 9 ഉണ്ട്? 2 9. കണ്ട, ഇനി 90/2 എന്ന് പറഞ്ഞാൽ 45. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാം? 410നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെറുതാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്തും. മനസ്സിലായല്ലോ? ഇതല്ല ഉത്തരം. ഇത് നമുക്ക് n-2 ആണ് 45. കണ്ടില്ലേ? n-2 ആണ് 45. അങ്ങനെയാണെങ്കിൽ n എന്ത് വരും? n ഈസ് ഈക്വൽ ടു 45ൽ നിന്ന് ഈ -2 അങ്ങോട്ട് പോകുമ്പോൾ എന്തോ +2 ആയി. പെട്ടെന്ന് നമ്മൾ എഴുതിയിട്ട് ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞിങ്ങനെ നിർത്തരുത്. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. n-2 ആണ് നമുക്ക് 45 കിട്ടിയത്. നമുക്ക് എത്ര സൈഡുകൾ ഉണ്ടെന്ന് കാണെങ്കിൽ n ഈസ് ഈക്വൽ ടു 45ന്റെ കൂടെ 2 കൂട്ടണം. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആയി. ഈക്വൽ ടു 47. അപ്പൊ എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? 47 വശങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ഈസ് ദി സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 1000? എക്സ്പ്ലെയിൻ. അതായത് ഏതെങ്കിലും ഒരു പോളിഗണിന്റെ, ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ സമ്മ് എത്രയായിരിക്കും? 1000 ആയിരിക്കുമോ 1000 ആയിരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം സമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഈസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 അല്ലെ? ഇതാണ് നമ്മൾ സമ്മ് കണ്ടുപിടിക്കുക. നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഇവിടെ 180 കൊണ്ട് ഇങ്ങനെ ഗുണിച്ചു പോകണം അല്ലെ? ഇപ്പൊ n 5 ആണെങ്കിൽ 5 - 2 അപ്പൊ 3 ഇൻറ്റു 180, അല്ലെങ്കിൽ 4 ഇൻറ്റു 180, 5 ഇൻറ്റു 180, അങ്ങനെ വരും അല്ലെ? അതായത് 180 കൊണ്ട് നമ്മൾ ഇവിടെ കിട്ടുന്നത് ഏതാണോ അതിനെ നമ്മൾ 180 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ? അപ്പൊ 180 കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഏതിനെ? ഇവിടെ ചിലപ്പോൾ 4 ആവും, 5 ആവും, 6 ആവും, 10 ആവും, 20 ആവും, എത്ര ആയിക്കോട്ടെ അതിനെ നമ്മൾ 180 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് സമ്മ് കിട്ടാം അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടുന്ന സമ്മ് 180ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ? 180 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് സമ്മ് കിട്ടുന്നത്. അതായത് ആ സമ്മ് എന്തായിരിക്കും? 180ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ? 180ന്റെ ഗുണിതങ്ങൾ ആയിരിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 1000 അല്ലെ?
1000 സമ്മാവുമെന്ന് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1000 എന്തായിരിക്കണം? 180യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? അപ്പൊ 180ന്റെ മൾട്ടിപ്പിൾ ആണോ 1000? മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം എന്തായിരിക്കും? അത് സമ്മായിരിക്കും. മൾട്ടിപ്പിൾ അല്ലെങ്കിലോ അത് സമ്മല്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് 1000-നൊന്ന് 180 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അവിടെ റിമൈൻഡർ ഇല്ലാണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം അത് സമ്മാവും, അല്ലെങ്കിൽ സമ്മാവില്ല. ഓക്കെ, 0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, 2 0 പോയി. ഇനി ബാക്കി എന്ത് വരും? 100/180 അല്ലേ? 18 അല്ലേ? അപ്പൊ ഒന്ന് ഹരിച്ചു നോക്കിയാൽ 100 കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അല്ലേ? 100 ഹരിക്കണം 18. 1 പോലെ 10 പോലെ 100 എത്ര പ്രാവശ്യം പോകും? 8 ആകുമ്പോൾ 8 5 40 5 90 അല്ലേ? അപ്പൊ 5 പ്രാവശ്യം പോകും. നിങ്ങൾ ചെയ്ത് നോക്കാം. 5 പ്രാവശ്യം 8 × 5 40 0 ബാക്കി 4 5 1 5 4 9. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ റിമൈൻഡർ 10 വന്നു. 18 കൊണ്ട് ഹരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് റിമൈൻഡർ 10 കിട്ടി അല്ലേ? അതിന്റെ അർത്ഥം എന്താണ് അർത്ഥം? ഈ 1000 18 180 ഒരു മൾട്ടിപ്പിൾ അല്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1000 ഇതുപോലെ എഴുതാം. 1000 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഏതിന്റെ? 180. 180യുടെ ഒരു മൾട്ടിപ്പിൾ അല്ല 1000. ഇതിന്റെ കൂടെ എന്ത് എഴുതണം? സോ ദി സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് നോട്ട് ഈക്വൽ ടു 1000. അങ്ങനെ എഴുതി വെക്കുക. അതായത് 1000 180ന്റെ ഒരു ഗുണിതമല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ തുക 1000 ആവുകയില്ല. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. എ 20-sided polygon has equal angles. How much is each angle? അതായത് 20 സൈഡുകളുള്ള 20 വശങ്ങളുള്ള ഒരു പോളിഗൺ, ഒരു ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം എന്താണ്? ഈക്വൽ ആണ്, അവയെല്ലാം തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ 20 വശങ്ങളുള്ള ഒരു പോളിഗന്റെ ആംഗിളുകളെല്ലാം ഈക്വൽ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? 20 വശങ്ങളുള്ള ഒരു പോളിഗന്റെ ടോട്ടൽ സം ഓഫ് ആംഗിൾസ്, ആകെ കോണുകളുടെ തുക എത്രയാണെന്ന് കിട്ടണം അല്ലെ? എന്നിട്ടല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 20 വശങ്ങളുള്ള ഒരു പോളിഗണ് സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും, അതിന്റെ കോണുകളുടെ തുക എത്രയായിരിക്കും എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സം ഓഫ് ആംഗിൾസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എന്താണ്? n-2 × 180. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 വശങ്ങൾ അല്ലേ? 20 വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 20 - 2 × 180 ഈക്വൽ ടു 20 - 2 എത്രയാണ്? 18 അല്ലെ? 18 × 180. അപ്പൊ നമുക്കറിയാം 18 × 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 324 അല്ലെ? 324. എല്ലാ സംശയവും ഗുണിച്ച് നോക്കിയിട്ട് ചെയ്യട്ടോ. 18 × 18 324 ആണ്. പിന്നെ ഒരു 0 ഉണ്ട്, ആ 0 നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പൊ നമുക്ക് സം ഓഫ് ആംഗിൾസ് 3240 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലെ? ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 20 വശങ്ങളുണ്ട് അല്ലെ? അപ്പൊ കോണുകൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം 20 അല്ലെ? 20 സൈഡുകൾ ഉണ്ടെങ്കിൽ എത്ര ആംഗിൾ ഉണ്ടായിരിക്കും? 20 ആംഗിൾ ഉണ്ടായിരിക്കും അല്ലെ? നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലെ? 3 സൈഡുകൾ ഉണ്ടെങ്കിൽ 3 ആംഗിൾ. നമുക്ക് ത്രികോണം അറിയാം, 3 സൈഡ് 3 ആംഗിൾ. അപ്പൊ എത്ര സൈഡ് ഉണ്ടോ അത്ര ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ 20 സൈഡ് ഉണ്ടെങ്കിൽ 20 ആംഗിൾ ഉണ്ടായിരിക്കും അല്ലെ? 20 ആംഗിളും തുല്യമായിരിക്കും അല്ലെ? 20 ആംഗിൾ തുല്യമായിരിക്കും എന്ന് ചോദ്യത്തിലുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് 1 ആംഗിൾ കിട്ടും. 1 ആംഗിൾ, ഒരാംഗിൾ എത്രയായിരിക്കും? മൊത്തം 20 സൈഡ്, അതായത് 20 ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് 3240 എന്ത് ചെയ്താൽ മതി? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? 0 0 വെട്ടിപ്പോയി. ബാക്കി എത്ര വരും? 324/2 അല്ലെ? 162 അല്ലെ? 162. അപ്പൊ ഒരു ആംഗിൾ എത്രയായിരിക്കും? 162 ഡിഗ്രി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ